ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോസുമായിട്ട് എത്തിയിരിക്കുകയാണ്. സോ ചാനലിൽ നമ്മൾ ഇത്ര നാൾ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് പുതുതായിട്ട് വന്ന പുതിയ ആൾക്കാരോടും കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്, വീണ്ടും എല്ലാവർക്കും മലയാളിയൻ വേൾഡിലേക്ക് സ്വാഗതം. സോ വളരെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസുമായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത്. കാരണം അയർലൻഡിൽ ഈയിടെയായിട്ട് കഴിഞ്ഞ ഒരു ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ ഒരു അത്യാവശ്യം ഒരു യൂറോപ്പിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു കലാപം അയർലൻഡിൽ നടക്കുകയുണ്ടായി. സോ അത് എന്തുകൊണ്ട്, അത് നമ്മുടെ ലൈഫിനേക്ക് എങ്ങനെ ബാധിക്കും, ഇനി വരുന്ന ആൾക്കാർക്ക് അയർലൻഡിലോട്ട് വരാനിരിക്കുന്ന പുതിയ ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ പേടിച്ചിരിക്കണം എന്നുള്ളത്, അല്ല പേടിക്കണമെന്നല്ല, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ചെറിയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. സോ എന്താണ് ഇപ്പോൾ ഇവിടെ റീസെൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? ആൻറ്റി ഇമിഗ്രൻറ്റ് സെൻറ്റിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. ഒരു പറ്റം ആൾക്കാർ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യും, എന്നാൽ മറ്റു ചില ആൾക്കാർ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ ഒപ്പോസ് ചെയ്യും. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉള്ളതാണ്. സോ അയർലൻഡിൽ ഇപ്പോൾ എന്താണ് പുതുതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വഴിയിൽ നമ്മുടെ ഡബ്ലിൻ സിറ്റിയിൽ വെച്ച് തന്നെ ഒന്ന് രണ്ട് പിള്ളേരെ അവരുടെ കെയറോ, അവരുടെ ആയയോ നാനിയോ കെയറോ അവരുടെ ടീച്ചറാണെന്നൊക്കെ പറയും. സോ ന്യൂസ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. സോ ഒരു ലേഡിയും ഉണ്ടായിരുന്നു അവരുടെ കൂടെ. സോ അവരെ ഒരു സ്ട്രേഞ്ചർ അറ്റാക്ക് ചെയ്യുന്നു. ഈ സ്ട്രേഞ്ചർ എന്ന് പറയുന്ന ആൾ ഐറിഷുകാരനല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു. കാരണം ഞാൻ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഇങ്ങനൊരു വിഷയം അറിഞ്ഞ സമയത്ത് എനിക്കത് താങ്ങാൻ സാധിച്ചില്ല. കാരണം അത് വളരെ കൊച്ചു പിള്ളേരാണ്. കാരണം ഞങ്ങളൊക്കെ താമസിക്കുന്ന വീടിൻ്റെയൊക്കെ തൊട്ടടുത്ത് വെച്ചിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിരിക്കുന്നത്. സോ അതിപ്പോൾ ഐറിഷുകാരനാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഒരിക്കലും ലോകത്ത് കുഞ്ഞു പിള്ളേരുടെ നേരെ നടക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു. സോ അവിടെ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം, ഈ ചെയ്ത ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഇമിഗ്രൻ്റ് ആയിരുന്നു. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ ഇമിഗ്രൻസിനെതിരെയുള്ള ഒരു സെൻറ്റിമെൻറ്റ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ പുറത്താരും ഇങ്ങനെ പ്രകടിപ്പിക്കാതെ, എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പബ്ലിക്കായിട്ട് ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം കിട്ടാതെ ആൾക്കാരെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കൊണ്ട് ഈ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു വ്യക്തി കൊണ്ട് ഇട്ടുകൊടുക്കുകയായിരുന്നു. സോ ഇത് ചെയ്ത വ്യക്തി ഒരു അൾജീരിയക്കാരനാണ്. സോ ഇവിടെ അയർലൻഡിലേക്ക് വന്ന് കുറേ നാളായി ഇവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. എന്നിട്ടും ഇയാൾ ഇങ്ങനൊരു ഇത് ചെയ്തപ്പോഴത്തേക്കും അത് ഇവിടെയുള്ള ഈ ഓപ്പർച്യൂണിറ്റി കാത്തിരുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് അതൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അവരത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഇൻസിഡൻറ്റ് അറൗണ്ട് ഒരു 2 മണിക്ക് എങ്ങോട്ട് നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ്. വൈകുന്നേരം 6-7 മണി ആയപ്പോഴത്തേക്കും സിറ്റി ഫുൾ ഇവിടുത്തെ യൂത്താണ്, ഇവിടുത്തെ ടീനേജ് പിള്ളേരും എല്ലാം കൂടെയാണ് അവിടെ വന്ന് അടിച്ചു തകർക്കുകയായിരുന്നു സിറ്റി മൊത്തത്തിൽ. ഞാൻ ജോലി കഴിഞ്ഞ് എനിക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റിയില്ലായിരുന്നു. നമുക്ക് വേറെ ടാക്സിയൊക്കെ പിടിച്ച് വേറെ റൂട്ടിലൂടെയൊക്കെ ഒളിച്ച് കടന്നൊക്കെയാണ് വരേണ്ടി വന്നത്. കാരണം ബസ്സുകളുടെ സർവീസുകളൊന്നും നടക്കുന്നില്ലായിരുന്നു. സോ അങ്ങനെ ഭീകരമായൊരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുകയായിരുന്നു ആ ഒരു അവസരത്തിലൂടെ. സോ അങ്ങനെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് നമുക്ക് ഈയിടെയായിട്ട് നടന്നത്. സോ ഇതിൻ്റെ ഒരു തുടക്കം ഈ ഒരു പ്രശ്നമാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന് എല്ലാവർക്കും വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ഇതിനെ ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ച് പുറകിലോട്ട് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെന്റിമെന്റ് ഇവിടെ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. കാരണം ലോകത്ത് എവിടെ ഒരു യുദ്ധം നടന്നാലും യൂറോപ്പിലോട്ടാണ് അഭയാർത്ഥികൾ ഒഴുകി വരുന്നത്. അതിന് ഇവിടെ ഒരു ഓപ്പൺ ഡോർ പോളിസി, അതായത് ഇവിടെ ഒരു പ്രശ്നം നടന്നാലും, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊരു യുദ്ധം നടന്നാലും, ഇറാഖ്, സിറിയ, ലെബനൻ, എവിടെ വേണേലും ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അഭയാർത്ഥികൾ നേരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിലേക്കാണ്. സോ അത് കഴിഞ്ഞ കുറേ നാളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ആളുകൾക്ക് പലർക്കും അതത്ര സൂഹിക്കുന്നില്ല. കാരണം എത്ര തുറന്ന ഓപ്പൺ സൊസൈറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടേതായ ചില കൺസർവേറ്റീവായിട്ടുള്ള ചില ആളുകളും അവിടെ ഉണ്ടാവും. സോ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ട്രിഗറിങ് പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യുക്രൈനിൽ നിന്ന് വന്ന അഭയാർത്ഥികളുടെ ഒരു കേസാണ്. സോ ഈ യുക്രൈനിൽ നിന്ന് അഭയാർത്ഥികൾ വന്നു തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഇവിടെ ആളുകൾ വളരെ വോക്കലായിട്ട് വളരെ ഇങ്ങനെ തുറന്നു പറയാൻ തുടങ്ങിയത്, ഇവിടെ ആൾക്കാരെ കയറ്റരുത്. കാരണം യുക്രൈനിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അൺവെറ്റഡ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ചെയ്യാത്ത ആളുകളെയൊക്കെ ഇവരിങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. സോ അതിനോടൊപ്പം തന്നെ അയർലൻഡിൽ ഭയങ്കരമായിട്ട് ഒരു ഹൗസിംഗ് ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഹൗസിംഗ് ക്രൈസിസ് ഇവിടുത്തെ സാധാരണ ഐറിഷ് ജനങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്ക് താമസിക്കാനായിട്ട് വീടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള കാശ് ചെലവാക്കി വീട്
കണ്ടെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ റെന്റ് ഭയങ്കര കൂടുതലാണ്. നമുക്ക് ഞാൻ പലതവണയായിട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതിനെ കുറിച്ചിട്ട്. സോ ഇങ്ങനെ റെന്റ് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ കോടികൾ കൊടുക്കേണ്ട ഒരവസ്ഥ. സോ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ പല സാധാരണക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് വിചാരിക്കും വെള്ളക്കാരെല്ലാം ഭയങ്കര റിച്ച് ആണെന്നുള്ള നമ്മുടെ ഒരു ചിന്തയൊക്കെ മാറ്റി വെച്ചോണം. അന്നന്നത്തെ ആഹാരം കണ്ടെത്തി ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ അവർക്കൊന്നും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ പുതിയ യങ്സ്റ്റേഴ്സിന് 18 വയസ്സാവുന്ന ആൾക്കാർക്ക് അവരുടെ ഒരു കുടുംബമായിട്ട് മാറി വേറൊരിടത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ യുക്രൈൻകാർ കയറി വരുന്നത്. ഈ യുക്രൈൻകാർ വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുക്രൈൻകാരെ കൊണ്ടുവന്നിട്ട് അവർ വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ താമസിപ്പിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് വീടുകളൊക്കെ കണ്ടെത്തി വീട് വെച്ച് കൊടുക്കുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ കഴിക്കാൻ ആഹാരമില്ല. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ അപ്പുറത്തുള്ള വേറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വീട്ടിലെ മക്കൾക്ക് കൊടുക്കാതെ ഈ പുറത്തുള്ള മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര പ്രശ്നം ഉണ്ടാവും. സോ ആ ഒരു സെയിം പ്രശ്നം ഇവിടെയുള്ള ജനങ്ങൾക്ക് ഉണ്ടായി. കാരണം ഇവിടെ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. അപ്പം അതിനിടയിൽ നിങ്ങൾ അതൊന്നും സോൾവ് ചെയ്യാതെ ഈ ലോകത്ത് കിടക്കുന്ന എങ്ങാണ്ടോ നടക്കുന്ന പ്രശ്നങ്ങളിൽ പെട്ട ആളുകളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഈ പ്രശ്നം ഇങ്ങനെ ഇത്രയും വലിയ ഇതാക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് അവർ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജനങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് ആ സമയമല്ല, ഇത് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ജസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഒരു പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭയങ്കരമായിട്ടൊരു പ്രൊപ്പഗാൻഡയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സോ ജനങ്ങൾ ചെറുതായിട്ട് ചിന്തിച്ചു തുടങ്ങി, ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഇവരാരാണ്, എന്താണ്, നമുക്ക് അറിഞ്ഞുകൂടാത്ത ആളുകൾ ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള തന്നെ പല സംസ്ഥാനത്തു നിന്ന്, ബീഹാറിൽ നിന്ന്, ബംഗാളിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ നമ്മളും പറയും ഇവർ ക്രിമിനൽസ് ആണെന്ന് പറയില്ല, ഇവർ നമ്മുടെ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന്. സെയിം ഒരു ടോണ് ഇവിടെയും സംസാരം തുടങ്ങിയായിരുന്നു. അതിനോടൊപ്പം തന്നെ വേറൊരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാമാണ് ഈ ഒരു കളക്റ്റീവായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു കലാപത്തിലോട്ട് നയിച്ചത്. സോ വേറൊരു ഇൻസിഡൻറ്റ്, അതായത് സ്ലൈഗോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഇമിഗ്രൻറ്റ്, ഞാനിപ്പോൾ അവിടെ മതമോ ഒന്നും പറയാനൊട്ട് ഉദ്ദേശിക്കുന്നില്ല, ഒരു ഇമിഗ്രൻറ്റ് വേറെ ആള്, സോ ഇവർക്ക് മതം ഇച്ചിരി പ്രശ്നമാണ്, അവർക്ക് പ്രശ്നമുള്ളൊരു മതമാണ്, മതത്തിൽപ്പെട്ട ഒരാളാണ് ഇവിടെ ഈ പ്രശ്നം ചെയ്തതെന്ന് പറഞ്ഞാൽ. സോ സ്ലൈഗോയിൽ ഈ പ്രശ്നം ഈ വ്യക്തി, ഈ ഇമിഗ്രൻറ്റ് ഗേ ലെസ്ബിയൻ ആയിട്ടുള്ള 1-2 ആളുകളുടെ കഴുത്തറുത്ത് കൊന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഈ വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ LGBTQ ആളുകളെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ അയർലൻഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇവിടെ ആർക്ക് വേണേലും എപ്പോൾ വേണേലും വരാം, ആർക്ക് വേണേലും വന്ന് ജീവിക്കാം. അവരുടെ വിശ്വാസങ്ങൾ എന്തായാലും അതിനനുസരിച്ച് ജീവിക്കാം. അവർക്ക് അവരുടെ സെക്ഷൽ പ്രിഫറൻസ് എന്താണോ അതിനനുസരിച്ച് ഇവിടെ ആൾക്കാർക്ക് ജീവിക്കാം. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രി പോലും ഒരു ഗേ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു ഹാഫ് ഇന്ത്യൻ ഗേ ആണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. സോ ഇങ്ങനെയൊക്കെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു രാജ്യത്ത് വന്ന്, സോ ഇങ്ങനെ ഗേ ആയിട്ടുള്ള 1-2 ആൾക്കാരുടെ കഴുത്തറുത്തൊരു വ്യക്തി കൊല്ലുകയായിരുന്നു. സോ അത് അയാളുടെ മതവും അയാളൊരു ഇമിഗ്രൻ്റ് ആണ് എന്നുള്ളതും ഒക്കെ ഭയങ്കരമായിട്ട് ഇവിടെ ഒരു ചർച്ചയായി. സോ അത് പിന്നെ ആളുകൾക്ക് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളേക്ക് ഇവിടെ കൊണ്ടുവരുന്നതിനാണ്, നമ്മുടെ കൾച്ചറുമായിട്ട് ഇവർ ചേർന്ന് പോകത്തില്ല, ഇവരുടെ വാല്യൂസ് വേറെ, നമ്മുടെ വാല്യൂസ് വേറെ, അതുകൊണ്ട് ഇവരെ കൊണ്ടുവരുന്നു. പിന്നെ അത് കുറച്ചുകൂടെ ഇത് ചെയ്യാൻ തുടങ്ങി. പിന്നെ വീണ്ടും ഒരു ഈസ്റ്റേൺ യൂറോപ്പാണോ അങ്ങനെ പുറത്തുനിന്നുള്ളൊരു വ്യക്തി പിന്നെയും ഇവിടെ ഉള്ളൊരു ലേഡിയെ ഇങ്ങനെ കുത്തിക്കൊല്ലുകയുണ്ടായി. അതും ഒരു ഇമിഗ്രൻ്റ് ആയിരുന്നു. സോ അങ്ങനെ ഈ ഇമിഗ്രൻസ് ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം എപ്പോഴും ഇങ്ങനെ ന്യൂസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി. സോ ഇത് കാണുന്ന ആളുകൾക്ക് അവർക്കത് ഈ എല്ലാ ഇമിഗ്രൻസും പ്രശ്നക്കാരാണ് എന്നുള്ളൊരു ചിന്തയിലോട്ടൊക്കെ ഇങ്ങനെ എത്തുന്ന ഒരു രീതിയിലൊക്കെ എത്തി. സോ ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ, ഈ അവസാനത്തെ കൊലപാതകം അതൊരു മെയിൻ ഹെഡ്ലൈനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ കുഞ്ഞു പിള്ളേരെ ആക്രമിക്കുന്നത്. സോ എരുതിയിൽ എണ്ണ പകരുന്ന ഒരു സംഭവമായിരുന്നു അത്. സോ അത് നടന്നതോടുകൂടി പിന്നെ ഇവിടുത്തെ ഫുൾ കൺട്രോൾ പോയി. ഇവിടുത്തെ ആളുകളെല്ലാം കൂടെ സ്ട്രീറ്റിൽ ഇറങ്ങി, ആളുകളെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ സ്ട്രീറ്റിൽ ഇറങ്ങി
അടിച്ചു തകർത്ത് മൊത്തം ഒരു പ്രശ്നമാക്കിയായിരുന്നു. സോ അങ്ങനെ അതൊരു അതോടെ അവിടെ നിന്നില്ല. അത് ആ ഒരു കലാപം അന്ന് അവിടെ ഗവൺമെന്റ് പിടിച്ചു നിർത്തിയെങ്കിലും പിന്നീട് ഇവിടെ നമ്മൾ അസൈലം സീക്ക് ചെയ്ത് വരുന്ന ആളുകളെ താമസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇവർ കത്തിക്കാൻ തുടങ്ങി. അത് പിന്നീട് എവിടെയാണ് ആൾക്കാരെ പുതിയതായിട്ട് അസൈലം ഏത് റെഫ്യൂജികളെ എവിടെ താമസിപ്പിക്കുന്നു എന്ന് കണ്ടാലും അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക, അവിടെ കത്തിക്കുക. ഇപ്പൊ ഈ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ഇപ്പൊ ഇവിടെ ഒരു കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ആന്റി ഇമിഗ്രന്റ് ഡെമോൺസ്ട്രേഷൻ, അതിലിപ്പോ ടിക്ടോക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ ഗെറ്റ് ദം ഔട്ട് ഓഫ് അവർ കൺട്രി, ഇവരെയൊന്നും നമുക്കിവിടെ വേണ്ട അങ്ങനെ എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് വലിയൊരു ഒരു സേഫ്റ്റി കൺസേൺ ആണ് നമുക്ക് തന്നെ. എനിക്ക് പോലും ഈ കലാപം നടന്നതിന്റെ 1-2 ദിവസത്തിന് ശേഷം ബസ്സിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ ടീനേജ് പിള്ളേരുടെ ശല്യം ഭയങ്കര വലുതാണല്ലോ. നേരത്തെ ഞാനിത് സംസാരിച്ചിട്ടുള്ളതാണ്. സോ ഈ പിള്ളേർക്ക് ഇപ്പോൾ അതൊരു ലൈസൻസ് കൂടിയായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതകളും ഇച്ചിരി കൂടുതലാണ്. സോ ഞാനും ബസ്സിലിരിക്കുന്ന സമയത്ത് എൻ്റെ തലയിലേക്ക് ഒന്ന് തട്ടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ ടീനേജ് പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡബിൾ ഉണ്ട്. നമ്മളെക്കാളും ആരോഗ്യം സൈസും തടിയും അതിനോടൊപ്പം ഒരു 5-6 എണ്ണം. ഇവർ എപ്പോഴും ഒരു പാക്കായിട്ടാണ് നടക്കുക, ഒറ്റയ്ക്ക് തന്നെ നടക്കത്തില്ല. സോ ഇങ്ങനെ വന്ന് നമ്മളെ ബുള്ളി ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴും നമ്മുടെ തടി രക്ഷിക്കാനായിട്ട് ഞാൻ മിണ്ടാതിരുന്നു. അങ്ങനെ ഇതുപോലെ പലർക്കും ഇങ്ങനെ അറ്റാക്കുകളുണ്ടായി. കുറച്ച് നാൾ നമ്മൾ പേടിച്ച് പുറത്തിറങ്ങാതെയല്ല, കുറച്ച് കെയർഫുൾ ആയിട്ടൊക്കെയാണ് ഇറങ്ങി നടന്നത്. സോ ഞാൻ ഇപ്പോഴും പറയുന്നത് ഇവിടെ അങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരുവിധം എല്ലാം ശാന്തമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴെങ്കിലും ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കരമായിട്ട് കർശനമാകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചന നമുക്കിപ്പോൾ ഈ വർഷം നമ്മുടെ ജോലിയിൽ ക്രിട്ടിക്കൽ സ്കില്ലിൽ വിസ കൊടുക്കേണ്ട ക്രിട്ടിക്കൽ സ്കില്ലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളം വർദ്ധിച്ചതിലൂടെ ഇവിടെ പല കാര്യങ്ങളും ഇവരിങ്ങനെ നിയന്ത്രണം, അതായത് റെസ്ട്രിക്ഷൻ കൊണ്ടുവരാനുള്ള സാധ്യത കൂടി വരികയാണ്. സോ നേരത്തെ 32,000 യൂറോ ആയിരുന്നു നമുക്കിവിടെ ഒരു ക്രിട്ടിക്കൽ സ്കിൽ വർക്കിലുള്ള ഒരാൾക്ക് കിട്ടേണ്ട സാലറി. അതിപ്പോൾ 38,000 ആക്കി. സോ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, കമ്പനികൾ ഇത്രയും പൈസ ഒന്നും പേ ചെയ്ത് പുറത്തുനിന്ന് ആൾക്കാരെ എടുക്കുന്നതിന് പകരം ഇവിടെ തന്നെയുള്ള മാർക്കറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ എടുക്കാനാണ് സാധ്യത. അതിനേക്കാളും കുറച്ച് പേ ചെയ്ത്. സോ അതുകൊണ്ട് തന്നെ ഇമിഗ്രേഷൻ അവർ കൺട്രോൾ ചെയ്യാനായിട്ട് സാധ്യതകൾ ഇപ്പോൾ കൂടി വരികയാണ്. നമുക്കത് ഇതുവരെ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ നമ്മൾ എത്തിയിട്ടില്ല. UK പോലെ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിൽ നമ്മൾ എത്തിയിട്ടില്ല. UK ഭയങ്കര കർശനമായിട്ട് ഇമിഗ്രേഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ അവിടുത്തെ ഗവൺമെന്റിന്റെ മെയിൻ പരിപാടി തന്നെ ഇമിഗ്രൻസിനെ വില്ലിഫൈ ചെയ്ത് അവിടെ മൊത്തം പ്രശ്നം ഇതാക്കുക എന്നുള്ളതാണ്. സോ അവിടെ പ്രശ്നങ്ങളുണ്ട് പല, അത് വേറൊരു വിഷയം. സോ അതുപോലെ പല പ്രശ്നങ്ങളും ഇവിടെ അയർലൻഡിലും സംഭവിക്കാനായിട്ടുള്ള പല മാറ്റങ്ങൾ ഇവിടെ വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. സോ അവസരങ്ങളില്ല എന്നല്ല, സോ ഇതോടുകൂടി നമ്മുടെ അയർലൻഡിലെ അവസരങ്ങൾ ഇല്ലാതായി എന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഒരു നമ്മളിവിടെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കെയർഫുൾ ആയിരിക്കുക. സോ അതിനോടൊപ്പം തന്നെ നമ്മുടെ ജോലി കിട്ടാനായിട്ട് നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും എന്നതാണ് ഇപ്പോഴുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ അയർലൻഡ് റിലേറ്റീവ്ലി നല്ല പീസ്ഫുള്ളായിട്ടൊരു സ്ഥലമാണ്. സോ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനൊരു സെന്റിമെന്റ് ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് സത്യം. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എഴുതി അറിയിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ ഇടുക. നമുക്കിനി കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ.